ഇറാന്റെ ഒരു ഒറ്റ പ്രസ്താവനയിലുണ്ടല്ലോ, മലക്കം മറിഞ്ഞ് മുട്ടിടിച്ച് ട്രംപ്. ഇതിനെ ഇങ്ങനെ തന്നെ പറയണം എന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതേപോലെ തന്നെ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിരുന്ന ലെബനോനിലെ സീസ് ഫയർ ഇസ്രായേൽ ലംഘിക്കുകയും ചെയ്തു. ബൈറൂത്തിലേക്ക് ഇസ്രായേലിന്റെ ആർമിനെ അയക്കാനുള്ള പ്ലാനും ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇത് അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുള്ളതും അതുകൊണ്ട് തന്നെ എല്ലാ ചർച്ചകളിൽ നിന്നും ഇറാൻ പുറകോട്ട് പോകുന്നു എന്നും ഇറാൻ പ്രസ്താവിച്ചതോടുകൂടെ മുട്ടിടിച്ച് എന്താ പറയാ പനി പിടിച്ച് ഒളിച്ച പോലെയായി ട്രംപിന്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോ അത് ഒരു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രതികരണം വന്നതോടുകൂടെ ഇപ്പോ ട്രംപിലെ അണ്ണൻ പുതിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിച്ചാൽ കറക്റ്റ് മനസ്സിലാവും എന്തോരം പ്രഷറിലാണ് ഈ ചെങ്ങായി ജീവിക്കുന്നത് എന്നുള്ള കേട്ടോ. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ബിബി നെതന്യാഹു ടുഡേ. ബിബി ചുന്ദര ചൊത്ത് മുത്ത് ബിബി. ആസ്കിങ് ഹിം നോട്ട് ടു ഗോ ഇൻ ടു എ മേജർ റെയ്ഡ് ഓഫ് ബെയ്റൂത്ത്, ലെബനോൻ. He turned his troops around. Thank you, baby. Thank you so much. I also had a conversation with representatives of the leaders of Hezbollah. ഓ, അപ്പൊ ഹിസ്ബുള്ളായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലേ. And they agreed to stop shooting at Israel and its soldiers. Likewise, Israel agreed to stop shooting at them. Let's see how long that lasts. Hopefully, it will be an eternity. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. അപ്പോ ഇതാണ് ഇപ്പൊ പുള്ളി ഇട്ടേക്കുന്നത്. അപ്പൊ ഇതിപ്പോ എന്തിനാ എങ്ങനെ ഇട്ടേ? ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ഇസ്രായേലിന്റെ എന്താ പറയാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണല്ലോ സോക്കോൾഡ് അമേരിക്കൻ നിലപാട്, അല്ലെ? ഇസ്രായേലിന് എതിരെ വരുന്ന ത്രെട്ടിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്. അതാണ് അവര് ചെയ്യുന്നത് എന്ന സോക്കോൾഡ് ഇസ്രായേലി നിലപാടിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തിന് ബീബിനെ വിളിച്ച് ഈ ബൈറൂത്തിലോട്ടുള്ള ആക്രമണത്തെയും അതേപോലെ തന്നെ ബൈറൂത്തിലോട്ട് ഈ പറയുന്ന ആർമി പോകുന്നതിനെയും തടഞ്ഞു വെച്ചു? എന്തായിരുന്നു അതിന്റെ റീസൺ? അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നെഗോഷിയേഷൻ ടേബിളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പെട്ടിയും തൂക്കി പോകും എന്നുള്ള ഇറാന്റെ ഭീഷണി. ആ ഭീഷണിക്ക് മുന്നിലാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണം. അതായത് ഇസ്രായേലുമായിട്ടുള്ള കരാറ്, അത് ഇസ്രായേലുമായിട്ടുള്ള ഒരു കരാറ് യഥാർത്ഥത്തിൽ നിലവിൽ വരും. ആ കരാറ് ഇസ്രായേൽ അംഗീകരിക്കും എന്നുള്ള കാര്യത്തില് ഇറാന്റെ ഉള്ളിൽ തന്നെ സംശയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് എത്ര ഇന്റർനാഷണൽ കരാർ വെച്ച് കഴിഞ്ഞാലും എത്ര തരത്തിലുള്ള കരാറിലോട്ടോ അല്ലെങ്കിൽ സീസ് ഫയറിലോട്ടോ ഇസ്രായേലുമായിട്ട് പോയി കഴിഞ്ഞാലും അവരത് ലംഘിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ ഈ പറയുന്ന ഗസയില് സീസ് ഫയർ ഇപ്പൊ നിലനിൽക്കെ തന്നെ ഏകദേശം 900 പേരാണ് സീസ് ഫയർ നിലനിൽക്കുമ്പോൾ മരിക്കുന്നത്. അതെങ്ങനെയാ? അതെന്താ അവിടെ മാത്രം വല്ല കോവിഡോ എബോളയോ വല്ലതും പരന്നിട്ടുണ്ടോ ഇങ്ങനെ മരിക്കാൻ? അല്ല, ഇസ്രായേലിന്റെ മാസീവ് ആയിട്ടുള്ള അറ്റാക്കിൽ തന്നെയാണ് ഈ ആൾക്കാർ മരിക്കുന്നത്. അതേപോലെ തന്നെ സെറ്റിലേഴ്സിന്റെ ആക്രമണത്തിലും കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു കരാർ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നങ്ങൾ നടപ്പിലാക്കുന്നതിന് കൂടെ നിൽക്കുകയും ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്നും പിന്നോട്ട്, ആ രാഷ്ട്രം വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാല് അവര് കൂടെ നിൽക്കും. അല്ലാത്ത ഒരു കാര്യത്തിലും അവർ കൂടെ നിൽക്കില്ല. ഇപ്പൊ ബഹ്റൈന്റെയും യു ഐന്റെ ഒക്കെ എക്സാം ഉദാഹരണം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. അതായത് യു എക്ക് അങ്ങനെ ഒരു നിലപാടില്ല. അബ്രഹാം അക്കോർഡ് അംഗീകരിച്ചു. അപ്പോ എന്താണ്, പലതരത്തിലുള്ള ആയുധങ്ങളും പലതും അവർ യു എക്ക് നൽകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ യു എനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇറാനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടെ അവരവിടെ പയറ്റുന്നുണ്ടെന്നുള്ളതും കൂടെ കാണണം. അപ്പോ താടിയുള്ള അപ്പനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിന് താടിയുള്ള അപ്പനെ പേടിയുണ്ട്. എന്ന് ഏതെങ്കിലും തരത്തിൽ ഗീർവാണം മുഴക്കിയിട്ട് ഈ അപ്പനൊന്ന് പേടിപ്പിച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഇതിന്റെ അകത്ത് കാണണം. ഇനി ബെഞ്ചമിൻ നെതന്യാഹു എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടുനൈറ്റ് I spoke with President Trump and told him that if Hezbollah does not cease attacking our cities and citizens,
Israel will attack terror targets in Beirut. The stance of our remains is unchanged. In parallel, the IDF will continue to operate as planned in southern Lebanon. ഇതാണ് ആര് പറഞ്ഞത്? ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതായത് ഞങ്ങളുടെ സിറ്റീസിന് നേരെയും ഞങ്ങളുടെ സിറ്റിസൺസിന് നേരെയുമുള്ള ഹിസ്ബുള്ളയുടെ അറ്റാക്ക് നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്ലാനും കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ സൗത്ത് ലെബനോനിൽ ഇപ്പൊ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അത് കണ്ടിന്യൂ ചെയ്യുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി തുരങ്കം വെച്ച് കഴിഞ്ഞു. അതായത് സൗത്ത് ലെബനോനിലെ അറ്റാക്ക് നിർത്തണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സമാധാന ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അവിടെ അവരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദെൻ ദർ ഇസ് നോ സമാധാനം അറ്റ് ഓൾ. ഇസ്രായേൽ അറ്റാക്ക് നിർത്താണ്ട സമാധാനത്തിൽ ഇല്ല എന്നുള്ളത് ഇറാൻ എന്താ പറയാ കട്ടായം പറഞ്ഞതാണ്. പക്ഷെ അതില് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആ അറ്റാക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നില്ല എന്നൂടെ കാണണം. പിന്നെ വേറൊരു കാര്യം കൂടെ, അതായത് ഇസ്രായേലിന്റെ സിറ്റീസിന് നേരെയും ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയുമുള്ള ഹിസ്ബുള്ളയുടെ അറ്റാക്ക് എപ്പ മുതൽ തുടങ്ങി? ഹിസ്ബുള്ളക്ക് നേരെ അവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് മുതൽ ഹിസ്ബുള്ളക്ക് നേരെ പല തരത്തിലുള്ള അറ്റാക്കിലേക്ക് ഇസ്രായേൽ പോയതിനു ശേഷമാണല്ലോ അതിന്റെ റിട്ടാലിയേഷൻ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ അല്ലേ? സോക്കോൾഡ് അയൺ ഡോം വരെ ഇവരുടെ FPV ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ അറ്റാക്ക് കാതലായിട്ടുള്ള പരിക്ക് യഥാർത്ഥത്തില് ഇസ്രായേൽ ആർമിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക, അങ്ങോട്ട് കയറി ചൊറിയുക, എന്നിട്ട് ഇങ്ങോട്ട് മാന്തൽ കിട്ടുന്ന സമയത്ത് അയ്യോ ഞങ്ങളെ മാന്തി എന്ന് പറഞ്ഞ് നിലവിളിക്കുക, എന്നിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുക. അപ്പൊ ലോകത്തിലെ യുദ്ധം കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആ റീജിയനിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്. അതിന് കൊട പിടിക്കാൻ അമേരിക്കയും. എന്നാ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഡെവലപ്മെന്റ് ഉണ്ടായത് ഇറാനിലാണ്. ഇറാനിലേക്ക് കയറി ചെന്നപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ലെബനോൻ ആൻഡ് ഇസ്രായേൽ അറ്റാക്കിനെ യഥാർത്ഥത്തിൽ ഇറാന്റെ കരാറിന്റെ ഭാഗമാക്കി മാറ്റുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകുമെന്ന ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ പത്തി മടക്കി മുട്ടിടിച്ച് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ട്രംപ് എന്നുള്ളതാണ് ഈ പോസ്റ്റിലൂടെ എല്ലാം നമ്മൾ കാണണ്ടേ എന്നുള്ളതാണ്.